ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിനിയേച്ചർ ക്രാഫ്റ്റ് ആണ് കേട്ടോ. എന്താണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഒരു മിനിയേച്ചർ ചിരവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊക്കനട്ട് സ്ക്രാപ്പർ എന്ന് പറയും. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലുപയോഗിക്കുന്ന മരത്തിൻ്റെ ചിരവയില്ലേ, അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അതിൽ നമ്മൾ ആ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ചിരവയുടെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ കാല് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഷേപ്പ് വരച്ചിരിക്കുന്നത്. ഒരെണ്ണം ഹൈറ്റ് കുറഞ്ഞതും മറ്റത് ഒരെണ്ണം ഹൈറ്റ് കൂടിയതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കാണാം. അപ്പം ഞാൻ മോഡലായിട്ട് എടുത്തിട്ടുള്ള പിക്ചർ ഇവിടെ സൈഡിൽ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പം അത് നോക്കിയിട്ടാണ് ഞാനിത് വരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇങ്ങനെ 3 പീസസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ, ഒരു സ്റ്റാൻഡ് പോലെ. അപ്പോൾ ഒരെണ്ണം ഹൈറ്റ് കുറവായിട്ടും ഒരെണ്ണത്തിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ് കൂടിയ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. സാധാരണ ഗ്ലൂ വെച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ടൊക്കെ ഒട്ടിക്കാം നമുക്ക്. പക്ഷെ ഞാനിപ്പോൾ വീഡിയോ പെട്ടെന്ന് എടുത്ത് കഴിയാൻ വേണ്ടിയിട്ട് ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലൂഗൺ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലൂ ഏതാണോ അത് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. നമ്മൾ കാർഡ്ബോർഡാണല്ലോ ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടില്ല? അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. ഇതിങ്ങനെ ചെരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും കട്ട് ചെയ്തെടുത്തത്. ഹൈറ്റ് കൂടിയതും ഹൈറ്റ് കുറഞ്ഞതും. ഇനി നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 കോട്ടൊക്കെ ചിലപ്പോൾ പെയിൻറ് ചെയ്യേണ്ടതായിട്ട് വരും. ലൈറ്റ് ബ്രൗൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ബ്രൗൺ കളർ കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ബ്രൗൺ കളർ കൊടുത്തത് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ചിരവയുടെ ആ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചെരുകുന്ന ഭാഗം വയ്ക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അത്ര നല്ല കട്ടിയുള്ളതല്ല, ചെറുത് പുസ്തകത്തിൻ്റെ ചട്ടിയിലെ അത്രയ്ക്കൊക്കെ കാണാനുള്ള ഒരു കാർഡ്ബോർഡ് പീസിൽ ആ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, അതിൻ്റെ ആ മുനകളൊക്കെ കറക്റ്റ് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്യാൻ ഇത്തിരി പാടാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഇതിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം അതിൻ്റെ എഡ്ജസിലുള്ള മുനകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മുനകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിരവേമയ്ക്ക് പാകമായിട്ടുള്ള സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ വരച്ചിട്ട് ഒന്ന് വെച്ച് നോക്കുക. ഇതുമ്മയ്ക്ക് പാകമാവില്ലേ, സൈസ് എന്തോരം ഉണ്ടെന്ന് വെച്ച് നോക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കായിരിക്കും നല്ലത്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നില്ലെങ്കിൽ പെയിൻറ് ചെയ്ത് കൊടുക്കണം. സിൽവർ കളറാണല്ലോ ഇതിന് വരുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ പെയിൻറ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സിൽവർ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിരവ ഉണങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചിരവയുടെ നാക്ക് എന്നാണല്ലോ നമ്മൾ പറയാം, അതും ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇവിടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നേരത്തെ പോലെ ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചാലും മതി. ഞാൻ ഇപ്പോൾ ഇവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വീഡിയോ എടുത്ത് കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുമ്മേ എന്താ പറയുക, സ്ക്രൂ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബ്രൗൺ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്രൗൺ പെയിൻറ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം നമ്മൾ ഈ അടിയിൽ കാല് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒപ്പത്തിന് വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ കുഞ്ഞ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിരവയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം, നാളികേരം കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്ലേ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ക്ലേ കൊണ്ട് തേങ്ങയുടെ ഷേപ്പിൽ ഉണ്ടാക്കി കൊടുത്തത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതും പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബ്രൗൺ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതെടുക്കുന്ന വീഡിയോ എൻ്റെ മിസ്സായി പോയിട്ടോ. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിരവയും നാളികേരവും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് തന്നെ വിചാരിക്കുന്നു. ചിലപ്പോൾ ചില പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനിയും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് താഴെ നിന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വരും വീഡിയോസിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള വ്യത്യസ്തമായൊരു ക്രാഫ്റ്റാണ്. പിന്നെ ക്ലേ ആവും മിക്കവരുടെ കയ്യിലും കാണാത്തത്. ബാക്കിയെല്ലാം ഒരുവിധം എല്ലാവരുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ക്ലേ ഇല്ലെങ്കിൽ ആ ഒരു ഷേപ്പിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുമോ നോക്കുക. അത് വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പിക്ചേഴ്സ് അയച്ചു തരണമെങ്കിൽ അയച്ചു തരാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയതായി ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.